പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും യുഎസും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇന്ന് രാത്രി ഇസ്ലാമാബാദിൽ എത്തുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ റഷ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകൻ ജറാദ് കുഷ്നർ എന്നിവരെ ഇസ്ലാമാബാദിലേക്ക് അയക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാനെതിരായ നാവിക ഉപരോധം ശക്തിപ്പെടുത്താൻ പുതിയ വിമാനവാഹിനി കപ്പൽ ഉടൻ വിന്യസിക്കുമെന്നും പെന്റഗൺ അറിയിച്ചു. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ആദ്യഘട്ടത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് അത് ഈ നാവിക ഉപരോധം പിൻവലിക്കണം, എങ്കിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്നാണ്. അങ്ങനെയിരിക്കെ ഇരു രാജ്യങ്ങളും ചർച്ചയിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അജീഷ, എന്തായാലും പാകിസ്ഥാനിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ചേരും. അമേരിക്കയുമായിട്ട് നേരിട്ടോ പരോക്ഷമായിട്ടോ ഉള്ള ചർച്ച സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും ഇറാന്റെ ഭാഗത്തുനിന്നും ലഭ്യമായിട്ടില്ല. അതേസമയം CNN ഉൾപ്പെടെയുള്ള അമേരിക്കൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൌസ് ഉപദേശകനുമായിട്ടുള്ള ജാറദ് കുഷ്നർ എന്നിവരെ ട്രംപ് ഇസ്ലാമാബാദിലേക്ക് അയക്കാനുള്ള തിരക്കിട്ട നീക്കം ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആവശ്യമെങ്കിൽ അദ്ദേഹത്തെയും ഇസ്ലാമാബാദിലേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഇപ്പം നാളെ ഇന്ന് രാത്രിയോടുകൂടി പാകിസ്ഥാനിലെത്തുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി നാളെ പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി, സൈനിക മേധാവി അസീം മുനീർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും. അമേരിക്ക അവസാനം മുന്നോട്ട് വെച്ച നിർദ്ദേശം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഒരുപക്ഷെ നാളെ തന്നെ ഇറാൻ പാകിസ്ഥാന് കൈമാറുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ഉടൻ തന്നെ ഉന്നതതല സംഘത്തെ അയക്കാമെന്ന് അമേരിക്ക പാകിസ്ഥാനെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ എങ്കിലും അതേസമയം തന്നെ സൈനിക സമ്മർദ്ദം വലിയ തോതിൽ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ജോർജ് ബുഷ് എന്ന വലിയൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ 200-ലധികം 3 കപ്പലുകളിലായിട്ട് 200-ലധികം പോർ വിമാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. 10,000-ലധികം സൈനികരുമുണ്ട്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ഒരു ചർച്ചയ്ക്കോ കരാറിനോ തയ്യാറായിട്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. ശരി, നാസറാണ് വിവരങ്ങൾ നൽകിയത്.